ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കൂണിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെന്നും സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വരാറുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ച് അധികം കൂണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂണിൻ്റെ റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എങ്ങനെ കുക്ക് ചെയ്യണമെന്നില്ല ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതേപോലെ കൂണ് കിട്ടുമ്പോൾ ഞാൻ ചെയ്യുന്ന കൂണ് എങ്ങനെയാണ് ഞാനിത് കറി വെക്കാറുള്ളത് എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ 2 ദിവസം അടുപ്പിച്ചായിട്ട് കൂണ് കിട്ടിട്ടോ. എന്താ വെച്ചാൽ ആദ്യം കിട്ടിയപ്പോൾ മുട്ട ആയിരുന്നു കേട്ടോ. അപ്പോൾ മുട്ടയാണ് നമുക്ക് ഒരു ദിവസം കിട്ടിയിരുന്നത്. അപ്പോൾ അതൊക്കെ പറിച്ച് വന്ന് അന്ന് കറി വെച്ച് അതിൻ്റെ പിറ്റേ ദിവസം അവിടെ തന്നെ പോയി നോക്കിയാൽ അവിടെ വീണ്ടും ഉണ്ടാവും കേട്ടോ. മണ്ണിൽ നിന്നും പൊന്തി വരുന്ന കൂന് അത് നമുക്ക് പുറമേക്ക് കാണൂല, അത് പൊന്തി വരുന്നുള്ളൂ ഉണ്ടാകുക. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും കിട്ടിയ ആ ഒരു സ്ഥലത്ത് തന്നെ പിറ്റേ ദിവസം പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൂന് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ പോയി നോക്കി. പിന്നെ കുറച്ച് അപ്പുറത്ത് നോക്കിയപ്പോൾ ഉണ്ട് അവിടെയും കൂന് ഒന്നായിട്ട് പൊന്തി കിടക്കുന്നുണ്ട്. അങ്ങനെ 2 ദിവസമായിട്ട് എനിക്ക് കൂന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കൂന് എല്ലാവർക്കും ഒന്നും കിട്ടൂല കേട്ടോ. ടൗൺ ഏരിയയിലുള്ളവർക്കൊക്കെ ഇത് കിട്ടാൻ കുറേ പ്രയാസമാണ്. പിന്നെ കൂണ് നന്നാക്കാൻ അറിയാത്തവരുണ്ട്. അപ്പോൾ ഈ ഒരു കറുപ്പ് കളറുണ്ടല്ലോ, ആ ഒരു കറുപ്പ് തൊലി ഇങ്ങനെ ഇതേപോലെ മുകളിൽ നിന്ന് ഇങ്ങനെ കത്തി ഉപയോഗിച്ചിട്ടൊന്നിങ്ങനെ ചീന്തി എടുത്താൽ അത് കിട്ടും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കാൽഭാഗം ഇതൊന്നിങ്ങനെ ചുരണ്ടി എടുക്കുക. പിന്നെ ഒരിക്കലും കൂൺ കിട്ടിക്കഴിഞ്ഞാൽ അത് കഴുകരുത് കേട്ടോ. ഈ ഒരു കൂണിൻ്റെ പ്രത്യേകത വെച്ചാൽ കഴുകി കഴിഞ്ഞാൽ ഇതിനൊരു വഴുവഴുപ്പ് ഉണ്ടാവും കേട്ടോ ഈ ഒരു തൊലിക്ക്. അപ്പോൾ ആ ഒരു വഴുവഴുപ്പ് ഉണ്ടാകുമ്പോൾ നമുക്ക് നന്നാക്കി എടുക്കാൻ പ്രയാസമാണ്. അപ്പോൾ നിങ്ങൾ കഴുകാതെ ഇതേപോലെ അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞ് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. ഇതേപോലെ ഇങ്ങനെ ചീന്തി കൊടുത്താൽ എളുപ്പത്തിൽ നമുക്കത് നന്നാക്കി എടുക്കാൻ കഴിയും കേട്ടോ. എന്നിട്ട് ഇതേപോലെ എല്ലാതും അങ്ങനെ നന്നാക്കി എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് കീറി കൊടുക്കട്ടോ. കീറിയിട്ട് ഒന്ന് കഷ്ണങ്ങളാക്കി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നിട്ട് വേണം ഇത് നന്നായിട്ട് കഴുകാൻ കേട്ടോ. അതിൻ്റെ മുന്നേ ഒരിക്കലും ഇത് കഴുകരുത്. അപ്പോൾ ഇതേപോലെ മുകൾ ഭാഗം മൊത്തം ക്ലീൻ ചെയ്തു. എന്നിട്ട് സെൻറ്ററിൽ നമ്മൾ ഇതേപോലെ കീറൽ കൊടുക്കുക. എന്നിട്ട് നമുക്ക് എത്രയാണോ കഷ്ണത്തിൻ്റെ വലിപ്പം വേണ്ടത് വെച്ചാൽ അതേപോലെ നമ്മൾ അരിഞ്ഞ് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഇത് നമുക്ക് മുട്ട ആയതുകൊണ്ടാണ് ഇത്രയും നല്ല കൂണായിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ. കാരണം ഇതിന്മേൽ പുഴയോ ഒന്നുമില്ല. ഈ വിരിഞ്ഞതാണെന്നുണ്ടെങ്കിൽ പുഴ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ വിരിഞ്ഞ കൂനും ഇതേപോലെ തന്നെ നമ്മൾ ശരിയാക്കി എടുക്കേണ്ടത്. ഇതിൻ്റെ മുകൾ ഭാഗത്തെ ഈ ഒരു കറുപ്പ് തൊലി ഇങ്ങനെ കളഞ്ഞെടുക്കുക. പിന്നെ ചില കൂനിങ്ങനെ ഇതേപോലെ പൊട്ടിച്ച് എടുത്താൽ കിട്ടാറുണ്ട് കേട്ടോ. പക്ഷെ ഇത് കിട്ടണില്ല, അതെന്താ അറിയില്ല. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഈ കറുപ്പ് തൊലിയൊക്കെ ഇങ്ങനെ കളഞ്ഞെടുക്കുക. അപ്പോൾ കൂന വിരിഞ്ഞ് നിൽക്കുന്ന സമയത്തൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ചിലപ്പോൾ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേന് പുഴുവൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് പുഴുവൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് തന്നെ കേട്ടോ കിട്ടിയിട്ടുള്ളത്. ചില വണ്ട് പോലത്തെ ഒരു പ്രാണിയുണ്ട്, അത് മാത്രമേ വന്നിട്ടുള്ളൂ. ചിലയിൽ നന്നായിട്ട് ചെറിയ പുഴുക്കൾ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പുഴു വന്നു കഴിഞ്ഞാൽ ആ പുഴുള്ള ഭാഗം കളയാറാണ് കേട്ടോ ചെയ്യാറുള്ളത്. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം എടുക്കുക. അപ്പോൾ അധികം ഈ ഒരു പട്ടമ്മയാണ് പുഴു വരാറുള്ളത്. അപ്പോൾ ആ ഒരു പട്ട കളഞ്ഞിട്ട് പിന്നെ നമ്മൾ കാൽഭാഗം എടുത്താലും മതി. ഇനി നമ്മൾ കാല് ശരിയാക്കുമ്പോൾ ആദ്യം ഇതേപോലെ മുകളിലേക്ക് നമ്മൾ ചുരണ്ടി കൊടുക്കണം കേട്ടോ. മുകളിലേക്ക് ചുരണ്ടി കൊടുക്കുക ഈ ഒരു മുകൾ ഭാഗം. എന്നിട്ട് നമ്മൾ ആ താഴെ ഭാഗത്തേക്ക് പിന്നെ ഈ ഒരു കാൽഭാഗം ഇങ്ങനെ ചുരണ്ടുമ്പോൾ ഈ ഒരു ഭാഗത്തേക്കും ഇങ്ങനെ ചുരണ്ടി കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു മണ്ണിലെ ഭാഗം മാത്രം ചുരണ്ടി കളഞ്ഞാൽ മതി. നന്നായിട്ട് ആഴത്തിൽ ചുരണ്ടി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതേപോലെ ചുരണ്ടി എടുക്കുക. പിന്നെ നമുക്ക് ഇതിൻ്റെ കാല് നീളത്തിന് വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് മുറിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കൂണ് ശരിയാക്കി എടുക്കാറുള്ളത്. അപ്പോൾ ഇത്രയും നല്ല നീളത്തിലുള്ള കാലുണ്ട്. അപ്പോൾ ഈ ഒരു കാൽഭാഗം നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഈ ഒരു കൂണ് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ പകുതി ഇങ്ങനെ വിരിഞ്ഞ് വരാൻ നിൽക്കുക കേട്ടോ ഈ ഒരു മൊട്ട് ഭാഗം. അപ്പോൾ ഇത് നമ്മൾ ശരിയാക്കി എടുക്കുമ്പോൾ ഇതിൽ നിന്നും ഇതൾ വിടർത്തി എടുക്കട്ടോ. എങ്ങനെയും ചെയ്യാം. ഇതേപോലെ ഇങ്ങനെ നമ്മൾ തൊലി കളഞ്ഞിട്ട് വിടർത്തി എടുക്കട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കൂണ് കഴിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കട്ടോ. ആർക്കൊക്കെയാണ് ഈ കൂണ് ഇഷ്ടം. ഈ കൂണ് അധികം ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല. എല്ലാവർക്കും ഈ കൂണ് ഇഷ്ടമായിരിക്കും. പക്ഷെ ഇങ്ങനത്തെ കൂണ് കിട്ടാൻ വളരെ പ്രയാസമാണ്. ഈ പാടത്തും പറമ്പിലൊക്കെ താമസിക്കുന്നവർക്കാണ് ഇതുപോലുള്ള കൂന് കിട്ടാൻ സാധ്യത. അല്ലാത്തവർക്കൊന്നും ഇങ്ങനത്തെ കൂന് കിട്ടാൻ ഭയങ്കര പാടാട്ടോ. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത്
ഒരു പാടത്താണ് കേട്ടോ. പാടപ്രദേശം ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ വർഷവും കിട്ടാറുണ്ട് കേട്ടോ കൂണ്. അപ്പോൾ ഇതേപോലെ നന്നാക്കി എടുക്കുക. ആ മുകൾ ഭാഗം ഇങ്ങനെ ചുരണ്ടി എടുക്കുക. നമുക്ക് പാകത്തിന് കഷ്ണം നമ്മളെ വലുപ്പത്തിനനുസരിച്ച് കഷ്ണം വെട്ടി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്തെടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. പച്ചവെള്ളത്തിലാണ് കേട്ടോ കഴുകി വൃത്തിയാക്കേണ്ടത്. അപ്പോൾ പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ ഞാനെല്ലാം നന്നാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് പച്ചവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അല്പം ചുടുവെള്ളം എടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം ഇതിൽ വിഷാംശങ്ങളോ പ്രാണികളോ പിന്നെ അതേപോലെ തന്നെ പുഴുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ചുടുവെള്ളം എടുത്തിട്ട് വെട്ടി തിളച്ച വെള്ളം എടുക്കരുത്. നമ്മളെ കൂണ് വെന്ത് പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതിൽ കടന്നിട്ട് ഒന്ന് ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ ഇട്ട് വെച്ചിട്ട് ഊറ്റി എടുത്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകണം. കാരണം മണ്ണിൻ്റെ അംശങ്ങൾ ഉണ്ടാവും, മണൽ പോലത്തെ ഇതൊക്കെ ഉണ്ടാവും അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ, ആ ഇതളിൻ്റെ ഇടയിൽ കൂടെയൊക്കെ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിതേപോലെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള മണലോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുഴുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ പോയി കിട്ടാൻ അല്പം മഞ്ഞൾപ്പൊടി ചൂടുവെള്ളത്തിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കഴുകി നല്ലപോലെ വൃത്തിയാക്കിയിട്ട് ഇതൊന്ന് കഴുകി ഊറ്റിയെടുക്കണം. ഇനി ഊറ്റിയെടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ വെക്കുന്ന രീതിയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ജാറിലേക്ക് അല്പം ചെറിയ ഉള്ളി, കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി എടുക്കുക. പിന്നെ വെളുത്തുള്ളി, അല്പം വെളുത്തുള്ളിയും പിന്നെ അതേപോലെ തന്നെ എരിവിനനുസരിച്ച് പച്ചമുളകും പിന്നെ വലിയ ജീരകവും കൂടി. ഇത് നന്നായിട്ടൊന്ന് ചതക്കണമെങ്കിൽ ചതക്കുക, അല്ലെങ്കിൽ അരച്ചെടുക്കണമെങ്കിൽ അരച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാൻ വെക്കുന്നത് കുക്കറിലാണ് കേട്ടോ. അപ്പോൾ മൺചട്ടിയിൽ വെക്കേണ്ടവർക്ക് അങ്ങനെയും വെച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ കടുപ്പാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അല്പം മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി കുറച്ച് മുന്തി നിൽക്കുന്ന രീതിക്ക് തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കുമല്ലോ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിനുണ്ടാകുക. പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി, പിന്നെ നമ്മൾ ഈ അരച്ച് വെച്ച ഈ അരപ്പും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് പിന്നെ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. തക്കാളി ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കണില്ല. കാരണം തക്കാളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കൂണ് വെന്ത് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം കൂണ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് കറിക്ക് അനുസരിച്ച് ഉള്ള വെള്ളം ഒഴിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അധികം ഓവറായിട്ട് വെള്ളം ഉപയോഗിച്ചാലും രസം ഉണ്ടാവില്ല. അപ്പോൾ പാകത്തെ വെള്ളം ഉപയോഗിച്ചിട്ട് 3 വിസിലടിച്ചിട്ട് ഞാനിതാ ഇതേപോലെ നമ്മളെ ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കൂണ് വേവിച്ചെടുത്തു. ഇനി ഇതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിലടിച്ചിട്ട് വേവിച്ചാൽ മതി. തക്കാളി കടുപ്പം വെന്ത് കിട്ടും. അതുകൊണ്ട് ഞാൻ ഒരു വിസിലും കൂടി അടുപ്പിച്ചിട്ട് തക്കാളി ഒന്ന് വേവിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് വേണ്ടത് നമുക്ക് അല്പം കറിവേപ്പിൻ്റെ ഇലയും നല്ല പച്ച നാടൻ വെളിച്ചെണ്ണയും കൂടിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇത് വേവിച്ച് എടുത്തത് നമ്മൾ തുറന്ന ഉടനെ തന്നെ കുറച്ച് അല്പം കറിവേപ്പിൻ്റെ ഇലയും നല്ല നാടൻ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെക്കുക. മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു കറി ഉപയോഗിക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് കറി വെച്ച് നോക്കട്ടോ. നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അധികം ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഏത് സാധാരണക്കാർക്കും ഇത് വെച്ച് നോക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് കേട്ടോ. ഇറച്ചിക്കറിയുടെ അതേ രുചി കേട്ടോ ഇതിന് കിട്ടുക. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ അമർത്താനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.